ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. നഗ്രോട്ട ഏറ്റുമുട്ടലിലൂടെ ഭീകരത ചെറുക്കുന്നതിൽ ഇന്ത്യൻ സൈന്യം വീണ്ടും ധീരത പ്രകടമാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ 5 ഇടങ്ങളിൽ എൻഐഎ റെയ്ഡ്. കുറ്റാരോപിതരുടെ വീടുകളിലാണ് റെയ്ഡ് നടത്തിയത്. സംസ്ഥാനത്ത് ഇന്ന് 6028 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6398 പേർക്ക് രോഗമുക്തി. ജോസ് കെ മാണി വിഭാഗത്തിന് 2 ഇല ചിഹ്നം അനുവദിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. പാർട്ടിയുടെ വിജയമെന്ന് ജോസ് കെ മാണി. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പി ജെ ജോസഫ്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന നടിയുടെയും സർക്കാരിന്റെയും ഹർജികൾ ഹൈക്കോടതി തള്ളി. ഐഎസ്എൽ ഫുട്ബോൾ 7ാം സീസണ് ഇന്ന് ഗോവയിൽ തുടക്കം. രാത്രി 7:30-ന് കേരള ബ്ലാസ്റ്റേഴ്സും എടികെ മോഹൻ ബഗാനും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. നഗ്രോട്ട ഏറ്റുമുട്ടലിലൂടെ ഭാരതത്തിന്റെ സുരക്ഷാസേന വീണ്ടും ധീരത പ്രകടമാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകാശ്മീരിലെ പ്രാദേശിക ജനാധിപത്യ നടപടികൾക്ക് തുരങ്കം വയ്ക്കാനുള്ള ശ്രമത്തെയാണ് ഇന്ത്യൻ സേന പരാജയപ്പെടുത്തിയതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നഗ്രോട്ട ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന അവലോകന യോഗത്തിനുശേഷം ട്വിറ്ററിലൂടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധൻ ശൃംഗ്ല എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 2 ഇല ചിഹ്നം കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി പക്ഷത്തിന് അനുവദിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ ശ്രീ പി ജെ ജോസഫ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടുന്നില്ലെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. ഹൈക്കോടതി ഉത്തരവ് പാർട്ടിയുടെ വിജയമെന്ന് ശ്രീ ജോസ് കെ മാണി പ്രതികരിച്ചു. അതേസമയം വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ശ്രീ പി ജെ ജോസഫ് വ്യക്തമാക്കി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്നു. പരിശോധനാ സമയത്ത് സ്ഥാനാർത്ഥിക്കൊപ്പം തെരഞ്ഞെടുപ്പ് ഏജന്റ്, നിർദ്ദേശകൻ എന്നിവർക്ക് പുറമെ സ്ഥാനാർത്ഥി എഴുതി നൽകുന്ന ഒരാൾക്കുകൂടി പ്രവേശനാനുമതി നൽകിയിരുന്നു. തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാം. കോഴിക്കോട് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാവുകയാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുള്ള പ്രചാരണത്തിനാണ് മുന്നണികൾ പ്രാധാന്യം നൽകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് കോർപ്പറേഷനിലാണ് ഇത്തവണ വീറും വാശിയും കൂടുതലുള്ളത്. വാർഡുകൾ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും തെരഞ്ഞെടുപ്പ് ഓഫീസുകളുടെ ഉദ്ഘാടനവും നടന്നുവരുന്നു. സംസ്ഥാന നേതാക്കൾ തന്നെയാണ് പ്രചാരണത്തിനെത്തുന്നത്. 75 വാർഡുകളുള്ള കോഴിക്കോട് കോർപ്പറേഷനിൽ വികസനത്തോടൊപ്പം രാഷ്ട്രീയ വിവാദങ്ങളും ചൂടേറിയ ചർച്ചയാണ്. മേയർ സ്ഥാനം വനിതകൾക്ക് സംവരണം ചെയ്ത കോർപ്പറേഷൻ ഇത്തവണ വിവിധ മേഖലയിൽ പ്രശസ്തരായ വനിതകളെയാണ് മുന്നണികൾ സ്ഥാനാർത്ഥികളായി രംഗത്തിറക്കിയത്. സിറ്റിംഗ് കൌൺസിലർമാർക്കൊപ്പം പുതുമുഖ സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. വടക്ക് കോരപ്പുഴയും തെക്ക് ചാലിയാറും പടിഞ്ഞാറ് അറബിക്കടലും അതിരിടുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ രാഷ്ട്രീയ കാറ്റ് എങ്ങോട്ട് വീശുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാൻ സൌകര്യം നൽകുന്നത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. കോവിഡ് രോഗികൾക്കും നിരീക്ഷണത്തിലുള്ളവർക്കും പിപിഇ കിറ്റ് അടക്കമുള്ള മുൻകരുതലുകൾ സ്വീകരിച്ച് വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെയുള്ള 1 മണിക്കൂർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്നും ദേശസാൽകൃത ബാങ്കുകളിൽ ജോലി ചെയ്യുന്നവരെ ഒഴിവാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച് എല്ലാ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകി. സഹകരണ സൊസൈറ്റികൾ, സഹകരണ ബാങ്കുകൾ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരെയും ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം കേരള ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുള്ള ഇ ഡ്രോപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന നടിയുടെയും സർക്കാരിന്റെയും ഹർജികൾ ഹൈക്കോടതി തള്ളി. അടുത്ത തിങ്കളാഴ്ച മുതൽ വിചാരണ തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞു. വിചാരണ കോടതി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് നടി ആരോപിച്ചിരുന്നു. പ്രോസിക്യൂഷനും ഇതേ വാദമാണ് ഉന്നയിച്ചിരുന്നത്. വിചാരണ കോടതി മാറ്റുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. കോടതിയും പ്രോസിക്യൂഷനും ഒരുമിച്ച് പോകണമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. സംസ്ഥാനത്ത് ഇന്ന് 6028 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6398 പേർ രോഗമുക്തി നേടി. 28 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ആകെ മരണം 1997 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,365 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.98%. 5213 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ.
654 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 56 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് 1054-ഉം കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ 600-ന് മുകളിലും രോഗബാധിതരാണ് ഇന്നുള്ളത്. പാലക്കാട്, എറണാകുളം, കൊല്ലം ജില്ലകളിൽ 500-ന് മുകളിലാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം. 67,831 പേരാണ് സംസ്ഥാനത്താകെ കോവിഡ് ചികിത്സയിലുള്ളത്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94%-ലേക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 44,807 പേർ രോഗമുക്തരായി. നിലവിൽ 4,43,000-ത്തിലധികം പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത്. 1,32,162 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ലോകത്താകമാനം കോവിഡ് രോഗികളുടെ എണ്ണം 5,73,00,000 കവിഞ്ഞു. ഇതിൽ 3,98,00,000-ത്തിലധികം പേർ രോഗമുക്തി നേടി. 13,68,000-ത്തിലധികം പേർ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 5 ഇടങ്ങളിൽ എൻഐഎ റെയ്ഡ് നടത്തി. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് റെയ്ഡ് നടന്നത്. കേസിൽ കുറ്റാരോപിതരായ മുഹമ്മദ് അസ്ലം, അബ്ദുൾ ലത്തീഫ്, നസറുദ്ദീൻ ഷാ, റംസാൻ പി, മുഹമ്മദ് മൻസൂർ തുടങ്ങിയവരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, രേഖകൾ തുടങ്ങിയവ റെയ്ഡിൽ കണ്ടെടുത്തു. ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട് 21 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2020 ജൂലൈയിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നയതന്ത്ര ബാഗേജിലൂടെ 14.82 കോടി രൂപയുടെ 30 കിലോ സ്വർണം കണ്ടെത്തിയെന്നാണ് കേസ്. സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ രീതി വിലയിരുത്തുമ്പോൾ മുഖ്യമന്ത്രിയെ കുരുക്കാൻ ലക്ഷ്യമിട്ടുള്ള ശ്രമമാണെന്നത് വ്യക്തമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ വികസന പ്രവർത്തനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം വ്യക്തമാണ്. കേന്ദ്ര ഏജൻസികൾക്കും സിഎജിക്കുമെതിരെ പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സ്വർണ്ണക്കടത്തിനും മയക്കുമരുന്ന് കച്ചവടത്തിനും അഴിമതിക്കുമെതിരുമായ അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരും സിപിഐഎമ്മും നടത്തുന്ന സംഘടിത ശ്രമത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കത്തിനശിച്ചത് മുതൽ ആരംഭിച്ച അട്ടിമറി നീക്കത്തിന്റെ തുടർച്ചയാണ് സ്വപ്ന സുരേഷിന്റെ ശബ്ദ സന്ദേശമെന്നും നിയമസഭയെപ്പോലും ഇതിനുവേണ്ടി ഉപയോഗിക്കുകയാണെന്നും ശ്രീ ചെന്നിത്തല കുറ്റപ്പെടുത്തി. സ്വപ്നയുടെ പേരിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശം മുഖ്യമന്ത്രിയെ വെള്ളപൂശാനും വിശുദ്ധനാക്കാനും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത തകർക്കാനുമാണെന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന സ്വപ്നയുടെ പേരിൽ എങ്ങനെയാണ് ശബ്ദരേഖ പുറത്തുവന്നത് കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സിഎജി റിപ്പോർട്ട് ചോർത്തിയ ധനമന്ത്രി തോമസ് ഐസക് രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പുറത്തുവന്നതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് അദ്ദേഹം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ന് ചേർന്ന പാർട്ടി സംസ്ഥാന നേതൃയോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ചർച്ച ചെയ്തത്. പാർട്ടിയിൽ തർക്കമൊന്നുമില്ലെന്നും ശ്രീ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഹരിത കേരളം കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഹരിതം വിത്തുപുര ശ്രദ്ധേയമാകുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ. കൊറോണക്കാലത്ത് യുവാക്കളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടേറെ പേർ കൃഷിയിലേക്ക് കടന്നുവന്നെങ്കിലും കൃഷി ചെയ്യാൻ ആവശ്യമായ വിത്തുകളുടെ ലഭ്യതക്കുറവ് ഒരു തടസ്സമായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഹരിത കേരളം മിഷൻ ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് കൂട്ടായ്മകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹരിതം വിത്തുപുര എന്ന പേരിൽ എല്ലാവർക്കും വിത്ത് ലഭ്യമാക്കുന്ന രീതിയിലുള്ള പദ്ധതി ആരംഭിച്ചത്. കണ്ണൂർ ജില്ലാ തലത്തിൽ നടത്തിയ ലോക്ഡൌൺ കാല പച്ചക്കറി കൃഷി മത്സരത്തിലെ 600ഓളം മത്സരാർത്ഥികൾ ഉൾപ്പെടുന്ന ഹരിതം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും കണ്ണൂരിന്റെ പച്ചപ്പ് എന്ന പേരിലുള്ള മിഷന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് ഗ്രൂപ്പും വഴിയാണ് വിത്തുപുരയുടെ പ്രവർത്തനം നടക്കുന്നത്. ഐഎസ്എൽ ഫുട്ബോളിൽ 7ാം സീസണ് ഇന്ന് ഗോവയിൽ തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ATK മോഹൻ ബഗാനും ഏറ്റുമുട്ടും. രാത്രി 7:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. നഗ്രോട്ട ഏറ്റുമുട്ടലിലൂടെ ഭീകരത ചെറുക്കുന്നതിൽ ഇന്ത്യൻ സൈന്യം വീണ്ടും ധീരത പ്രകടമാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ 5 ഇടങ്ങളിൽ എൻഐഎ റെയ്ഡ്. സംസ്ഥാനത്ത് ഇന്ന് 6028 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6398 പേർക്ക് രോഗമുക്തി. ജോസ് കെ മാണി വിഭാഗത്തിന് 2 ചിഹ്നം അനുവദിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. പാർട്ടിയുടെ വിജയമെന്ന് ജോസ് കെ മാണി. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പി ജെ ജോസഫ്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന നടിയുടെയും സർക്കാരിന്റെയും ഹർജികൾ ഹൈക്കോടതി തള്ളി. ഐഎസ്എൽ ഫുട്ബോൾ 7ാം സീസണ് ഇന്ന് ഗോവയിൽ തുടക്കം. രാത്രി 7:30-ന് കേരള ബ്ലാസ്റ്റേഴ്സും ATK മോഹൻ ബഗാനും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.